നമസ്കാരം. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞതെങ്കിൽ ഇന്ന് UDF സർക്കാരിന് പ്രത്യേകിച്ച്, അതായത് ആരോഗ്യമന്ത്രിക്ക് ഒന്നേ പറയാനുള്ളൂ. മദ്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാക്കി കൊടുക്കണം. കാരണം കുടിയന്മാരുടെ ആരോഗ്യം അത്ര പ്രധാനപ്പെട്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിലെ വിവാദത്തിൽ പ്രതികരണവുമായി എത്തിയ മന്ത്രി കെ മുരളീധരനായിരുന്നു ഇപ്രകാരം വ്യക്തമാക്കിയത്. പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂവെന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. അതുകൊണ്ടാണ് വീര്യം കുറച്ചുകൊണ്ട് പോകുന്നത്. കുടിയന്മാർ എന്തായാലും സമൂഹത്തിൽ കുറച്ചുപേരുണ്ട്. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ വെബ്കോ തുടങ്ങിയത്. ഇക്കാര്യമാണ് കൂട്ടിച്ചേർത്തത്. മദ്യനികുതിയിൽ നിലപാട് കടുപ്പിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരനും രംഗത്തെത്തിയത്. അതായത് ഈ നിലപാടുകളെല്ലാം അദ്ദേഹത്തിന്റെ അതിന്റെ ഭാഗമായിരുന്നു. പാർട്ടിയിലും മുന്നണിയിലും ചർച്ചയാകാതെ തീരുമാനമെടുക്കാനാകില്ല എന്നും സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം രൂപപ്പെടണം. VM സുധീറിന്റെ പരസ്യ പ്രതികരണത്തിൽ തീരുമാനമെടുക്കേണ്ടത് KPCC ആണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നടുക്കുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ചു. കഴിഞ്ഞ 10 വർഷമായി ഇഷ്ടം പോലെ കൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നത് അതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതിനാണ് മുമ്പ് സർക്കാർ ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ബിവറേജസ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. കുടിയന്മാർ എന്തായാലും സമൂഹത്തിലുണ്ട്. അവർക്ക് നല്ല സാധനം കൊടുത്തേ മതിയാകൂ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഒരർത്ഥം അതുതന്നെയാണ്. ഇത് പക്ഷേ അധിക കാലം മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനാണ് ഘട്ടം ഘട്ടമായി ഇത് ഇല്ലാതാക്കുക എന്ന നീക്കം ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ചത്. വിദ്യാർത്ഥികൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നതാണ് നിയമം. അത് ലംഘിക്കുന്നവർക്കെതിരെ അതിശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു.